See, പടം എനിക്ക് ഞാൻ ഞാൻ പടം എനിക്ക് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്കായി. ഐ വോണ്ട് സേ ദാറ്റ് ഇറ്റ് ഇസ് റിയലി ഗുഡ് അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയാണെന്ന് ഞാൻ പറയില്ല, ബട്ട് നോട്ട് ഡിസപ്പോയിന്റിങ്. അത്രയ്ക്ക് വളരെ മോശം പറയാനൊന്നും ഒന്നുമല്ല. ഇറ്റ് ഇസ് ഗുഡ്, ഇറ്റ് ഇസ് ഡീസന്റ്ലി ഗുഡ്. ദാറ്റ്സ് വാട്ട് ഐ വിൽ സേ. അത് ഡെഫിനറ്റ്ലി 10-18 വർഷം കഴിഞ്ഞ് കാണുന്ന സമയത്ത് അതിന് ഒരു പ്രത്യേക ലെവൽ ഫാൻ ബേസും ഫാമിംഗ് എല്ലാം ഉണ്ട്. അതൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് ഗുഡ്, ഇറ്റ് ഇസ് റിയലി ഗുഡ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത്ര പോലെ എനിക്ക് ഭയങ്കര വർക്കായി, ഭയങ്കര അടിപൊളി പടം, ഭയങ്കര വർക്കായി, ഭയങ്കര അടിപൊളി പടം അങ്ങനെ ഞാൻ പറയില്ല. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഡിസപ്പോയിന്റിങ്. ഇറ്റ് ഇസ് വെരി ഗുഡ്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഞാൻ പേഴ്സണലി ഐ ആം നോട്ട് എ ഫാൻ ഓഫ് ഇപ്പം ഏട്ടൻ ഒക്കെ അങ്ങനെ ഫാൻ ഫോളോയിങ് അല്ല. ഞാൻ നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഏതൊരു പടമാണെങ്കിലും ഞാൻ പറയുന്നത് ക്യാമിയോ വിൽ സ്കോർ മോർ. നമ്മൾ ഒരാളെ ഒരാളെ നമ്മൾ കുറെ നേരമായിട്ട് കണ്ടുവരുമ്പോഴത്തേക്കും അതിലൊരു ക്യാമിയോ വരുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഒരു ആരാഗം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ പോകുന്ന സമയത്താണ് ഇച്ചിരി കൂടെ ഒരു സംഭവം വന്നത്. പിന്നെ എൻജോയ് ചെയ്ത്, പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കോംബോ സീൻസ്, ലാലേട്ടന്റെ കുറച്ച് ഫൈറ്റ് സീൻസ് ഇറ്റ് വാസ് റിയലി ഗുഡ്. കുറച്ച് ഞാൻ ഐ എം നോട്ട് റിവീലിംഗ്, ബട്ട് ചില സീൻസ് വാസ് വെരി ടച്ചിങ്, ഇറ്റ് വാസ് വെരി ഗുഡ്. ആൻഡ് ഓൾസോ ഫഹദിന്റെ സ്വാഗ് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഹി വാസ് റിയലി ഗുഡ്. ഫഹദിന്റെ ഷോട്ട്സ് ചില ലാലേട്ടനായാലും ഈ കോൺസെപ്റ്റ് ഷോട്ട് കണ്ണിന്റെ ഷോട്ടൊക്കെ പറയുന്ന സമയത്ത് ഇറ്റ് വാസ് റിയലി ഗുഡ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്.